കണ്ണൂർ വലിയന്നൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. മരങ്ങൾ കടപുഴകി വീണു. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ടുണ്ട്. ഫെലിക്സ്, എന്താണ് സ്ഥിതി? മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ജില്ലയിലാകെ സ്ഥിതി എന്താണ്? ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അതിശക്തമായ കാറ്റും മഴയും വലിയന്നൂരിൽ അനുഭവപ്പെട്ടത്. അങ്ങനെ ഈ പ്രദേശത്താകെ മരങ്ങൾ പൊട്ടി വീണ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കടക്കം അനുഭവപ്പെടുന്നു. വീടുകളുടെ മുകളിലേക്ക് അങ്ങനെ വീണിട്ടില്ല, പക്ഷേ വശങ്ങളിലേക്കൊക്കെ തന്നെ വീണിട്ടുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. ഈ വലിയന്നൂർ എന്ന ഭാഗത്തു നിന്നും ചെലോറ UP സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണിട്ടുണ്ട്. വീടുകളുടെ മുകളിലേക്കടക്കം വീണ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇടപെടലടക്കം നടത്തുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊരു 15 മിനിറ്റ് മുന്നെയാണ് ഞാൻ ഇതിലേക്കൂടെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കാർ എടുത്തിട്ട് ഇതിലേക്കൂടെ ഇപ്പം പോയത്. അപ്പം ആ സമയത്ത് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ആ സമയത്താണ് ഉണ്ടായത്. അവിടെ ഒരു വലിയൊരു കാഞ്ഞിര മരമുണ്ട്, പഴയതാണ്. അതിപ്പം പൊട്ടി വീണിട്ടുണ്ട്, ഫുള്ളായിട്ട് പോയി. ഒരു സ്കൂളിൻ്റെ മേത്തും അവിടെ ഒരു ധർമ്മോദയ സ്കൂളുണ്ട്, സ്കൂളിൻ്റെ എല്ലാം കൊടിമരം അതൊക്കെ പോയിരുന്നു. ആ ലോട്ടറിക്കാരൻ്റെ അത് ഇവിടെയായിരുന്നു, അതിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ലോട്ടറിക്കാരൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ആ കട പിന്നെ ഈ കാറ്റത്ത് ആ കടയിൽ ആളടക്കം ഉണ്ടായിരുന്നു. ആ കട അടക്കം പറന്നുപോയി. ആൾക്ക് പരിക്ക് പറ്റി, പക്ഷേ പരിക്ക് ഗുരുതരമല്ല. ഇപ്പോൾ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മരം വന്ന് പോസ്റ്റിന് മുകളിലേക്ക് വന്ന് പോസ്റ്റും തകർന്ന് വീണിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റും മരത്തിനും ഇടയിൽ ഒരു സ്ത്രീ പെട്ടുപോയി. പക്ഷേ പിന്നീട് അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ മഴയാണ് ജില്ലയിൽ ഉടനീളം. ഇപ്പോഴും പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. രാത്രി തുടങ്ങിയ മഴയാണ് കണ്ണൂർ ജില്ലയിൽ. ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല. അല്പനേരം മാത്രം ഒന്ന് തോർന്നു നിൽക്കുന്നു എന്നൊഴിച്ചാൽ ശക്തമായ മഴയാണ് ജില്ലയിലുടനീളം ലഭിക്കുന്നത്. കാലാവസ്ഥയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും പെയ്യാം എന്ന നിലയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫെലിക്സിന് ചുറ്റും ആ കാലാവസ്ഥ എന്തായാലും വലിയ നാശനഷ്ടമാണ് കണ്ണൂരിൽ.